ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ മാത്രം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. അത് ലോകം ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി മാത്രമല്ല, രക്ഷിക്കപ്പെടാൻ കൂടിയാണ്. 12-ാം സ്ഥലം, ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ദൈവം മരിക്കുന്നു മനുഷ്യന് വേണ്ടി. ലോകചരിത്രത്തിൽ, മനുഷ്യചരിത്രത്തിൽ ഒരിക്കലും കേൾക്കാത്ത സംഭവം. ദൈവത്തിനു വേണ്ടി മനുഷ്യൻ ബലിയർപ്പിക്കപ്പെടുന്ന ചരിത്രവും കഥകളുമൊക്കെ നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മരിക്കുന്നു. ഏറ്റവും കൂടുതൽ താരതമ്യം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നത് ദൈവവും മനുഷ്യനുമായും അമ്മയും കുഞ്ഞുമായുമുള്ള സ്നേഹമാണ്. ഒരുപാട് കഥകൾ, സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. തൻ്റെ കുഞ്ഞിനു വേണ്ടി, ജനിക്കാത്ത കുഞ്ഞിനു വേണ്ടി പോലും മരിക്കാൻ തയ്യാറാകുന്ന അമ്മമാരുടെ ത്യാഗത്തിൻ്റെ കഥ. എൻ്റെ ജീവൻ പോയാലും സാരമില്ല, എൻ്റെ കുഞ്ഞ് സുഖമായി പിറന്നാൽ മതി, ജീവിച്ചാൽ മതി. ഒരു സാധാരണ മനുഷ്യ സ്ത്രീക്ക്, ഒരു മാതാവിന്, ഒരു പിതാവിന്, ഒരു സഹോദരന്, ഒരു സഹോദരിക്ക്, ഒരു സുഹൃത്തിന് തൻ്റെ കുഞ്ഞിനു വേണ്ടി, സഹോദരർക്ക് വേണ്ടി, സ്നേഹിതനു വേണ്ടി ഇത്ര വലിയ ത്യാഗം ചെയ്യാൻ, ജീവൻ ത്യജിക്കാൻ പോലും സാധിക്കുമെങ്കിൽ അനാദി മുതൽ, സൃഷ്ടി മുതൽ അവനെ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ദൈവം പിന്നെ എങ്ങനെ ഈ ത്യാഗത്തിൻ്റെ പാഠം നമുക്ക് നൽകാതിരിക്കും? കാരണം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഐസായ 49:15. അപ്പോൾ ഈ പരമമായ സ്നേഹത്തിൻ്റെ മാതൃക അവിടുന്ന് തന്നത് സ്വയം സ്വപുത്രനെ കുരിശിൽ മരിക്കാൻ അയച്ചുകൊണ്ടാണ്. സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലിയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15:13. അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത് അതാണ്. ആയതിനാൽ അവിടുന്ന് നമ്മെ അതിനുള്ള മാതൃക അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നു. ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവൻ തന്നെ തൻ്റെ ശത്രുവിനെ സ്നേഹിക്കാതിരിക്കുമോ? അപ്പോൾ പിന്നെ മിത്രങ്ങളോ? സ്നേഹിക്കാൻ മാത്രമറിയുന്ന ദൈവം, സ്നേഹപിതാവായ ദൈവം, സ്നേഹം തൻ്റെ ഏറ്റവും വലിയ ആയുധമാക്കിയ ദൈവം മനുഷ്യകുലത്തിന് മുഴുവനുമായി നൽകിയ ഏറ്റവും വലിയ സ്നേഹ സമ്മാനമാണ് തൻ്റെ പുത്രൻ. യോഹന്നാൻ 3:16. അവൻ്റെ കുരിശുമരണം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിനുശേഷം പുനരുത്ഥാനം, അതുവഴി നിത്യജീവനും സ്വർഗവും നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് ഞാൻ പോകുന്നത് എന്ന് അവിടുന്ന് നമ്മോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ പാവികളായിരുന്നിട്ടും നമുക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവൻ മരിച്ചു. റോമ 5:8. ഈശോയുടെ കുരിശുമരണം വെറും ഒരു പീഡാനുഭവമോ മരണമോ ആയിരുന്നില്ല. അത് ചരിത്രത്തിൻ്റെ താളുകളിൽ സ്ഥാനം പിടിച്ച ഒരു മഹനീയ സംഭവമാണ്. വിശ്വാസത്തെ നിലനിർത്തുന്ന, അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു മഹനീയ മാതൃക. ലോകത്തെമ്പാടുമുള്ള വ്യക്തിബന്ധങ്ങളെ, വിശ്വാസികളെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ദൈവകരുണയുടെ കുടക്കീഴിൽ ഒത്തുചേർക്കുന്ന ഒരു മഹനീയ കർമ്മം. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ശതാധിപൻ പറഞ്ഞു, ഇദ്ദേഹം ശരിക്കും ദൈവപുത്രനായിരുന്നു. ഓശാന ഞായറാഴ്ച ഈശോ പരിസയരോട് പറഞ്ഞു, ഇവർ നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന്. ശരിക്കും അവൻ്റെ മരണത്തിൽ പ്രകൃതി പ്രതികരിച്ചില്ലേ? പാറകൾ പൊട്ടിപ്പിളർന്നു, ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി, ഭൂമി പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. പ്രകൃതി പോലും അവൻ്റെ ദൈവികതയെ അംഗീകരിച്ചപ്പോൾ അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവനെ കൊന്ന സത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അന്നും ഇന്നും അങ്ങനെയല്ലേ? വളർത്തുന്നവനെ തളർത്താനും തകർക്കാനും മനുഷ്യകുലത്തിന് പ്രത്യേക താല്പര്യമാണ്. നന്മ ചെയ്യുന്നവനെ, സഹായിക്കുന്നവനെ ഒക്കെ ദ്രോഹിക്കുക, കുറ്റം പറയുക, കുറ്റവാളികളാക്കുക, ഇതൊക്കെയാണ് ലോകത്തിൻ്റെ നീതി. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിൻ്റേതല്ലാതെ ജീവിക്കുവാനാണ്. അപ്പോൾ പ്രതിഫലമായി ലഭിക്കുക ഈ കുരിശുകളായിരിക്കും. എന്നാൽ കുരിശു ചുമന്നവൻ, കുരിശിൽ മരിച്ചവൻ പറയുന്നു, നീ നിന്നെ തന്നെ മറന്ന് നിന്റെ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കുക. അങ്ങനെ തന്നെ അനുഗമിക്കുന്നവർക്ക് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനാണ്. ഉയർപ്പിൻ്റെ സന്തോഷവും സമാധാനവുമാണ്. ജീവൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കുവാനുള്ള അർഹതയാണ്. തോമസ് പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. അതെ, അവനോടൊപ്പം മരിക്കണമെങ്കിൽ അവനോടൊപ്പം ജീവിക്കണം.
ഒപ്പം കുരിശ് ചുമക്കണം. അതിനാൽ ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ബദ്ധതകളിൽ നിന്ന്, തോൽവികളിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന് പോലും ഓടിയകലാതെ അവനോട് ചേർന്ന് അവയെ അഭിമുഖീകരിക്കുവാൻ, ജയിക്കുവാൻ അതിനുള്ള കൃപ തരണമേ എന്ന് അവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഈ കുരിശുമരണം നമുക്ക് ലോകത്തിന് നൽകുന്ന ഒരു വെല്ലുവിളിയാണ്. ക്ഷമ, സ്നേഹം, പാപമോചനം, അതോടൊപ്പം നിസ്വാർത്ഥമായ സ്നേഹത്തിനും സേവനത്തിനുമാണ്. സെബെദീപുത്രന്മാരെ പോലെയല്ല, യൂദാസിനെ പോലെയല്ല, മറിച്ച് മറിയത്തെയും യോസേഫിനെയും പോലെ.